ഇന്നത്തെ യാത്ര ഭാരതത്തിലെ വളരെ സുപ്രധാനമായ ഇതിഹാസ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കുരുക്ഷേത്ര ഭൂമിയിലേക്കാണ്. കുരുക്ഷേത്രത്തെപ്പറ്റി കൂടുതലറിഞ്ഞപ്പോൾ ഇതെങ്ങനെ ചിത്രീകരിക്കണം എന്ന ചിന്തയിലായിരുന്നു. വളരെ കാലത്തെ ചൂടിനു ശേഷം ഉത്തരേന്ത്യയിൽ മഴ അനുഗ്രഹമായി തുടങ്ങുന്നു. കാലത്ത് 5:45 തുടങ്ങിയതാണ് യാത്ര. UP-യിൽ നിന്നും ഡൽഹി വഴിയാണ് ചണ്ഡീഗഡ് റോഡിലേക്ക് എത്തിയത്. 175 കിലോമീറ്ററാണ് ദൂരം. ഇന്ന് സഹയാത്രികയും ക്യാമറ വുമണുമായി സഹധർമ്മിണി രജനിയാണുള്ളത്. ഇത്ര ദൂരം ആദ്യമായാണ് രജനി ബൈക്കിൽ വരുന്നത്. സോനിപത്, പാനിപത്, കർണാൽ ഈ സ്ഥലങ്ങളൊക്കെ പിന്നിട്ടാണ് യാത്ര. ഡൽഹിയിലെ കാശ്മീരി ഗേറ്റ് ISBTയിൽ നിന്നും കുരുക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്. കുരുക്ഷേത്രത്തിന്റെ ചുറ്റളവ് 48 കോശം, അതായത് 240 കിലോമീറ്റർ ആണെന്ന് അറിയുമ്പോഴാണ് ഈ യുദ്ധഭൂമിയുടെ ഗാംഭീര്യവും വലിപ്പവും മനസ്സിലാകുക. ഇന്ന് കുരുക്ഷേത്രം ചെറിയൊരു പ്രദേശമാണ്. ഭരതവംശത്തിലെ രാജാവായ കുരു സരസ്വതി നദിയുടെയും ദൃശദ്വതി നദിയുടെയും ഇടയിലുള്ള ഭൂമിയെ തൻ്റെ ആത്മീക കാര്യങ്ങളായ തപസ്, സത്യം, ക്ഷമ, ദയ, ശുദ്ധി, ദാനം, യജ്ഞം, ബ്രഹ്മചര്യം എന്നിവ വർദ്ധിപ്പിക്കാനായി തിരഞ്ഞെടുത്തു. തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു ഈ സ്ഥലം പുണ്യഭൂമിയായി മാറുമെന്നും ഇവിടെ മരണമടയുന്ന ആൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വരം നൽകി. പിന്നീട് ഈ സ്ഥലം കുരുക്ഷേത്രം എന്നറിയപ്പെട്ടു. വരുണപുരാണത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ധർമ്മ സംസ്ഥാപനത്തിനായുള്ള മഹായുദ്ധത്തിന് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ ഒരു കാരണം ഇതായിരുന്നു. മറ്റൊരു നാടോടിക്കഥയും പ്രചാരത്തിലുണ്ട്. ധർമ്മ സംസ്ഥാപനത്തിനായി കൃഷ്ണനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭാരതയുദ്ധം ഒരു കാരണവശാലും നടക്കാതിരിക്കരുത് എന്ന ചിന്തയിലായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ പാണ്ഡവ കൗരവർ ബന്ധുക്കളാണെന്ന് തോന്നലുണ്ടായി മരണപ്പെടാതിരിക്കാൻ, സന്ധിയിൽ ഏർപ്പെട്ടേക്കാമെന്ന അവസ്ഥ സംജാതമാകാതിരിക്കാനായി അതിനു പറ്റിയ രണഭൂമി അന്വേഷിക്കാൻ തൻ്റെ സൈനികരെ കൃഷ്ണൻ നാലുപാടും അയച്ചു. അവിടങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയിക്കാനും നിർദ്ദേശിച്ചു. അങ്ങനെ സൈനികർ ഓരോ ദിക്കിൽ നിന്നും ഓരോരുത്തരായി തിരിച്ചെത്തി കണ്ട കാര്യങ്ങൾ കൃഷ്ണനെ ധരിപ്പിച്ചു. കുരുക്ഷേത്രത്തിൽ നിന്നും വന്ന സൈനികൻ വളരെ വ്യസനത്തോടെ ഒരു സംഭവം വിവരിച്ചു. തങ്ങളുടെ കൃഷിസ്ഥലങ്ങളുടെ ഭാഗം കഴിഞ്ഞ 2 സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു കാര്യമാണ് ആ സൈനികൻ പറഞ്ഞത്. ജ്യേഷ്ഠന്റെ കൃഷിസ്ഥലത്തിൽ നിന്നും വരമ്പ് പൊട്ടി വെള്ളം അനുജന്റെ കൃഷിസ്ഥലത്തേക്ക് ഒഴുകുന്നു. അതു കണ്ട ജ്യേഷ്ഠൻ അനുജനോട് വരമ്പ് കെട്ടി വെള്ളം ഒഴുകുന്നത് തടയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അനുജൻ അത് നിരസിച്ചു. അങ്ങനെ അവർ തമ്മിൽ വാക്കുതർക്കമായി അടിപിടിയായി. ക്രുദ്ധനായ ജ്യേഷ്ഠൻ തൻ്റെ പക്കലുള്ള കത്തി കൊണ്ട് അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. അയാളുടെ ശവശരീരം വലിച്ചിഴച്ച് വരമ്പ് പൊട്ടിയ സ്ഥലത്തിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് വരമ്പ് നിർമ്മിച്ച് ഒഴുക്ക് തടഞ്ഞു. ഒരു നിസ്സാര കാര്യത്തിന് സഹോദരങ്ങൾ തമ്മിൽ ഇത്രയും ക്രൂരത നടന്ന മണ്ണാണതെന്നറിഞ്ഞ കൃഷ്ണൻ രജോഗുണം കൂടിയ അവിടം തന്നെ യുദ്ധത്തിനായി തിരഞ്ഞെടുത്തു. ക്ഷത്രിയരുടെ സമ്പൂർണനാശം ഉറപ്പുവരുത്തി ദ്വാപരയുഗത്തിന്റെ സന്തുലനം നിലനിർത്തി. കഥയ്ക്കിടയിൽ നമ്മൾ ചണ്ഡീഗഡ് ഹൈവേയിൽ നിന്നും ഇടത്തു തിരിഞ്ഞ് കുരുക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. അവിടേക്കുള്ള ഈ റോഡ് 4 ലൈൻ തന്നെയാണ്.
പക്ഷേ വലതുവശത്തെ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഗതാഗതം ഒരു വശത്തുകൂടെ മാത്രമാണ്. കുരുക്ഷേത്രത്തിന് താനേശ്വർ എന്നൊരു പേര് കൂടിയുണ്ട്. അതല്ലെങ്കിൽ താനേശ്വറിലാണ് കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരമശിവൻ ഭൂമിയിൽ ആദ്യമായി പ്രകടമായ സ്ഥലം എന്ന പേരിലാണ് സ്ഥാനേശ്വർ എന്ന നാമം ഉണ്ടായത്. യഥാർത്ഥത്തിൽ സ്ഥാണുകേശ്വർ എന്നാണ് സ്ഥലനാമം. അത് സ്ഥാനേശ്വറും പിന്നീട് താനേശ്വറുമായി മാറിയതാണ്. ബ്രഹ്മാവിന്റെ തപസ്ഥലിയായിരുന്നു എന്നതിനാൽ ബ്രഹ്മാവർത്ത് എന്നും ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. പരശുരാമനും വിശ്വാമിത്രനും അവരുടെ തപസ്സിനായി ഈ സ്ഥലം തിരഞ്ഞെടുത്തിരുന്നു. ബ്രഹ്മാവ് തന്റെ സൃഷ്ടികളുടെ രചന തുടങ്ങിയത് ഈ സ്ഥലത്തു നിന്നായിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പരശുരാമനുമായി ബന്ധപ്പെട്ട് പറയുന്ന സമന്ത പഞ്ചകവും ഈ സ്ഥലം തന്നെയാണെന്ന് പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. ത്രേതായുഗത്തിൽ ക്ഷത്രിയരുടെ അഹങ്കാരം മൂലമുണ്ടായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ അവരെ വധിച്ച് അവരുടെ ചോരയാൽ 5 തടാകങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതാണ് സമന്ത പഞ്ചകം. അത് കുരുക്ഷേത്ര ഭൂമിയിൽ തന്നെയായിരുന്നു. വീണ്ടും ദ്വാപരയുഗത്തിൽ കൃഷ്ണനായി വന്ന് അധർമ്മത്തിന്റെ ഉന്മൂലനത്തിനായി ഈ കുരുക്ഷേത്ര ഭൂമി തന്നെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമ്മൾ ബ്രഹ്മസരോവരത്തിന് അടുത്തെത്തിയിരിക്കുന്നു. നിറയെ കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന മരങ്ങൾ. ബ്രഹ്മസരോവരത്തിനു ചുറ്റും ഇതുപോലെ വീതിയേറിയ വഴികളാണുള്ളത്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് മുന്നിൽ പോകുന്ന തരത്തിലുള്ള ബാറ്ററി റിക്ഷകളും ഓട്ടോറിക്ഷകളും യാത്രയ്ക്കായി ലഭ്യമാണ്. സരോവരത്തിന് ചുറ്റും പല പ്രവേശന കവാടങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായ ഒരു കവാടം ക്ഷേത്രത്തിലേക്കായിട്ടുണ്ട്. അതാണ് അന്വേഷിക്കുന്നത്. അവിടെ തന്നെയാണ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററും. അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ബൈക്ക് പാർക്ക് ചെയ്ത് മെല്ലെ നടക്കുകയാണ്. സമയം 10:30 ആയിരിക്കുന്നു. എന്നിട്ടും സരോവരത്തിന് ചുറ്റുമുള്ള വഴിവാണിഭക്കാർ സജീവമായിട്ടില്ല. എല്ലാം അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഗീതാഭവൻ ധർമ്മശാലയ്ക്ക് നേരെ മുൻപിലായാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. ചുവന്ന സാൻഡ്സ്റ്റോണുകൾ ഉപയോഗിച്ച് സരോവര പരിസരം ആകെ നവീകരിച്ചിട്ടുണ്ട്. കവാടത്തിന്റെ മുകളിൽ മഹാഭാരത സന്ദർഭങ്ങൾ കൽപ്പലകകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഉള്ളിലെത്തിയാൽ ചുറ്റുമായുള്ള കമാനങ്ങൾക്ക് മുകളിൽ വരിവരിയായി മഹാഭാരതത്തിലെ രംഗങ്ങൾ കാണാം. $3600 അടി നീളവും 1500 അടി വീതിയും 45 അടി ആഴവുമുള്ളതാണ് ഈ ബ്രഹ്മസരോവരം. ഈ കമാനങ്ങൾക്കടിയിൽ പൂജാതി കർമ്മങ്ങളും ബലിതർപ്പണ കർമ്മങ്ങളും നടത്തുന്ന പുരോഹിതർ ഇരിപ്പുണ്ട്. ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ബ്രഹ്മസരോവരത്തിന്റെ തീരത്തു വെച്ച് നടത്തിയ യാഗത്തിൽ നിന്നാണ് സൃഷ്ടികർമ്മം ആരംഭിച്ചത്. മഹാഭാരത യുദ്ധത്തിൽ തന്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും സൈന്യവുമെല്ലാം നഷ്ടപ്പെട്ട ദുര്യോധനൻ ഒളിച്ചിരുന്നത് ഈ തടാകത്തിന്റെ ആഴങ്ങളിലായിരുന്നു. ഇതിന്റെ കരയിൽ വച്ചാണ് ഭീമനുമായി നടന്ന ഗദായുദ്ധത്തിൽ ദുര്യോധനൻ കൊല്ലപ്പെട്ടത്. സൂര്യഗ്രഹണ സമയത്ത് ഈ സരോവരത്തിൽ സ്നാനം ചെയ്യുന്നത്
അശ്വമേധയാഗം നടത്തുന്നതിന്റെ ഫലം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ സമയത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തി സ്നാനം നടത്തുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗീതാജയന്തി ആഘോഷങ്ങൾ ഇതിന്റെ തീരത്ത് എല്ലാ വർഷവും നടന്നുവരുന്നു. ബ്രഹ്മസരോവരത്തിൽ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. സർവേശ്വർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇത് ബ്രഹ്മാവ് ശിവാരാധന നടത്തിയിരുന്നതായി അറിയപ്പെടുന്ന സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. മഹാഭാരതകാലത്ത് പകൽ സമയം കുരുക്ഷേത്ര യുദ്ധത്തിൽ ക്ഷേത്രത്തിന് സംഭവിക്കുന്ന കേടുപാടുകൾ രാത്രിയിൽ മരാമത്ത് പണികൾ ചെയ്ത് തീർത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ ഹരിജി ഗോസായി എന്ന ആളാണ് ഇന്നീ കാണുന്ന തരത്തിൽ പുനർനിർമ്മിച്ചത്. ഒരു പാലം നിർമ്മിച്ച് ഇതിലേക്ക് പ്രവേശനം നൽകിയിരിക്കുന്നു. ശിവലിംഗരൂപിയായ ശിവപ്രതിഷ്ഠയാണിവിടെ. മഹാദേവനെ കൂടാതെ ഹനുമാനും ഗരുഡനാരായണനും ഇവിടെ പ്രതിഷ്ഠയായുണ്ട്. എത്രയോ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഭൂമി. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വർത്തമാനകാലങ്ങൾ ഭൂതകാലമായി മാറി ഇതിഹാസങ്ങളും പുരാണങ്ങളും ചരിത്രങ്ങളും കഥകളുമായി മാറുന്നു. നമ്മുടെ ഇന്നും വരാനിരിക്കുന്ന ഭവിഷ്യവും പിന്നിലേക്ക് ഓർമ്മകളായി അവശേഷിക്കും. പൂർവജന്മത്തിൽ ദേവാസുര യുദ്ധത്തിൽ മരിച്ച അസുരന്മാർ കർമ്മഫലത്താൽ ദ്വാപരയുഗത്തിൽ പിറന്നതാണ് കൗരവസേനയിലുള്ളവർ എന്നാണ് വിശ്വാസം. കലി എന്ന അസുരനായിരുന്നു ദുര്യോധനൻ. ബ്രഹ്മസരോവരത്തിന് ഒത്ത നടുക്കായി രണ്ടു കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നു. സരോവരത്തിന് നടുക്കായി ഒരു തുരുത്തുണ്ട്. അവിടെയും ചില ക്ഷേത്രങ്ങളുണ്ട്. ഈ ഗേറ്റിലൂടെ വാഹനങ്ങൾക്ക് വരാവുന്ന വഴിയാണിത്. പക്ഷേ സന്ദർശകരുടെ വാഹനങ്ങൾക്ക് പ്രവേശനാനുമതിയില്ല. ചൂടുകാലമായതിനാൽ സന്ദർശകരുടെ തിരക്ക് വളരെ കുറവാണ്. ധാരാളം മരങ്ങൾ നിറഞ്ഞ തുരുത്ത്. അങ്ങോട്ടേക്ക് നടക്കുകയാണിപ്പോൾ. യുദ്ധദേവതയായ കാത്യായനി ദേവി ക്ഷേത്രമാണിത്. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വേദപാഠശാലയും പ്രവർത്തിക്കുന്നു. ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ച് വേദം അഭ്യസിക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഇതിലെയാണ്.
ഇതാണ് കാത്യായനി പ്രതിഷ്ഠ. ഇവിടെയാണ് വേദപാഠശാലയിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണിവർ. കാത്യായനി ക്ഷേത്രത്തിനടുത്തു തന്നെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ട്. വേദാധ്യയനത്തിന് ഒപ്പം നടക്കുന്ന യജ്ഞശാലയാണിത്. ഈ ആൽമരത്തിനടുത്ത് ബ്രഹ്മാവിന്റെ 5-ാം ശിരസറുത്ത ശിവന്റെ ബാലഭൈരവ രൂപമായ ബടുഗഭൈരവ പ്രതിഷ്ഠയുമുണ്ട്. കാത്യായനി ക്ഷേത്രത്തിന് നേരെ എതിർവശത്ത് സ്നാനഘട്ടത്തിനപ്പുറം ഒരു ക്ഷേത്രം കാണാം. ഓരോ സ്നാനഘട്ടത്തിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇതിന് ദേവകി ഘാട്ട് എന്നാണ് പേര്. ഈ കാണുന്ന ബാരിക്കേഡിനപ്പുറം ആഴമുള്ള ഭാഗമാണ്. ഒരു ശ്രീരാമ പ്രതിഷ്ഠയും ഹനുമാൻ പ്രതിഷ്ഠയുമാണ് ഈ ക്ഷേത്രത്തിൽ. ക്ഷേത്രത്തിനു മുന്നിലെ മൈതാനത്തിൽ ഒരു ആൽവൃക്ഷം ശിഖരങ്ങളിൽ നിന്നും തൂങ്ങിയാടുന്ന വേരുകളുമായി തണലേകി നിൽക്കുന്നു. അതിനടുത്ത് മലയാളികൾക്ക് അധികം പരിചിതനല്ലാത്ത ഘടോത്കചപുത്രനായ ബർബരീക്കിന്റെ ക്ഷേത്രം കാണാം. ഭീമപുത്രനായ ഘടോത്കചന്റെ പുത്രൻ ബർബരീക് ഭദ്രകാളിയിൽ നിന്നും ആയുധങ്ങൾ കരസ്ഥമാക്കിയ കാളിഭക്തനായിരുന്നു. യുദ്ധഭൂമിയിലേക്ക് പാണ്ഡവരെ സഹായിക്കാനായി പുറപ്പെട്ട മകനെ അമ്മ ഉപദേശിച്ചു. പാണ്ഡവർ 5 പേരേ ഉള്ളൂ. അതിനാൽ അവർ ശക്തി കുറവായതിനാൽ തോൽക്കാൻ സാധ്യതയുണ്ട്. മറുവശത്ത് 100 പേരും അവരുടെ ഗുരുക്കന്മാരുമുണ്ട്. തോൽക്കാൻ പോകുന്ന അശക്തരെ മാത്രമേ നീ സഹായിക്കാവൂ. മകൻ ബർബരിക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഒരിക്കലും തിരിച്ചു വരരുതെന്നും അമ്മ നിർദ്ദേശിച്ചു. അങ്ങനെ അമ്മയോട് ശപഥം ചെയ്ത് കുരുക്ഷേത്രത്തിലെത്തിയ ബർബരിക് പാണ്ഡവരോടും കൃഷ്ണനോടും വെറും ഒരു അസ്ത്രം കൊണ്ട് യുദ്ധം താൻ തീർത്തു തരാം എന്നറിയിച്ചു. തെളിവിനായി തൻ്റെ അസ്ത്രത്തെ മന്ത്രമുക്തമാക്കി ഒരു ആൽമരത്തിലെ ഇലകളെ നശിപ്പിക്കാനായി അയച്ചു. ഓരോ ഇലയെയും അത് ഹനിച്ചു കളഞ്ഞു. ആലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരഞ്ഞുപിടിച്ച്. അവസാനം കൃഷ്ണന്റെ പെരുവിരലിനു മുകളിൽ വന്ന് അസ്ത്രം നിന്നു. ഒരു ആലില വിരലിനടിയിൽ കൃഷ്ണൻ മറച്ചു പിടിച്ചതിനാലാണ് അസ്ത്രം അങ്ങനെ എത്തിയത്. അപ്പോഴാണ് കൃഷ്ണന്റെ ശക്തി ബർബരീക്കിനും മനസ്സിലായത്. അസ്ത്രം കൃഷ്ണന്റെ വിരലിന് ഒരു മുറിവ് പോലും ഏൽപ്പിച്ചില്ല. ഇത്രയും ശക്തനായ കൃഷ്ണൻ കൂടെയുള്ളപ്പോൾ പാണ്ഡവർ എങ്ങനെ തോൽക്കും, ബലഹീനരാകും? അപ്പോൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം ശക്തി കുറഞ്ഞവരെ, അതായത് കൗരവരെ സഹായിക്കേണ്ടി വരും. എങ്കിൽ പാണ്ഡവരുടെ നാശം സുനിശ്ചിതവുമാകും. യുദ്ധത്തിൽ പങ്കെടുക്കാതെ തിരിച്ചു പോകാനുമാകില്ല. ആകെ കുഴങ്ങിയ ബർബരീക് കൃഷ്ണന്റെ അഭിപ്രായം ആരാഞ്ഞു. ബർബരീക്കിന്റെ ജീവൻ നഷ്ടപ്പെടുത്തൽ മാത്രമേ ശപഥനിർവഹണത്തിന് പോംവഴിയായുള്ളൂ എന്ന് പറഞ്ഞ കൃഷ്ണന്റെ മുൻപിൽ ഒരു സന്ദേഹവും കൂടാതെ സ്വന്തം ശിരസ് അസ്ത്രത്താൽ അറുത്ത് സമർപ്പിച്ച ബർബരീക്കിന്റെ ശിരസ്
കൃഷ്ണൻ ഇവിടെ ഒരു കുന്നിനു മുകളിൽ സ്ഥാപിച്ച് യുദ്ധത്തിന് സാക്ഷിയാക്കി. യുദ്ധാനന്തരം എന്താണ് നടന്നത്, ആരാണ് നന്നായി യുദ്ധം ചെയ്തതെന്നറിയാൻ ബർബരീക്കിന്റെ ശിരസിനോട് ചോദിച്ച പാണ്ഡവരോട്, ഞാൻ കൃഷ്ണനെ മാത്രമേ യുദ്ധഭൂമിയിൽ കണ്ടുള്ളൂ, കൃഷ്ണൻ കൃഷ്ണനെ തന്നെ കൊല്ലുന്നതായും സുദർശന ചക്രം തലകളറുത്ത് ചുറ്റുന്നതായും കണ്ടെന്നറിയിച്ചു. എല്ലാം ഞാൻ തന്നെ എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതിന്റെ അർത്ഥം തന്നെയായിരുന്നു ബർബരീക്ക് കണ്ടത്. പിന്നീട് സ്വന്തം പേരായ ശ്യാം എന്നത് ബർബരീക്കിന് നൽകിയ കൃഷ്ണൻ ഖാട്ടു എന്ന ബർബരീക്കിന്റെ ഗ്രാമപ്പേരും ചേർത്ത് ഖാട്ടുശ്യാം എന്ന് നാമകരണം ചെയ്തു. തോൽക്കുന്നവരുടെ രക്ഷകനായി ഖാട്ടുശ്യാം ആരാധിക്കപ്പെടുന്നു. കാട്ടാളകുലത്തിൽ പിറന്ന ബർബരീക്ക് സ്വന്തം തപനിഷ്ഠ കൊണ്ടും ആത്മബലി കൊണ്ടും ദൈവിക പദത്തിലേക്ക് ഉയർന്നു ആരാധനാമൂർത്തിയായി മാറി. കേരളത്തിൽ ഖാട്ടുശ്യാം പ്രസിദ്ധനല്ല, എന്നാൽ ഉത്തരേന്ത്യയിൽ ബർബരീക്ക് വളരെയധികം ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ്. ധാരാളം ക്ഷേത്രങ്ങളും ഖാട്ടുശ്യാമിൻ്റെതായുണ്ട്. जैसे है ना, जैसे पहले यहाँ पे परशुराम जी आए, परशुराम जी ने यहाँ तप किया, यश ऋषि आए, उन्होंने यहाँ वरदान दे दिया, उनका नाम लग गया। विश्वामित्र जी आए, विश्वामित्र प्रसूत हो गया। तो भगवान कृष्ण जानते थे कहाँ पे क्या भूमि है, फिर उनको यहाँ युद्ध के लिए ले आए। उनको कहा भी यहाँ तप करो विजय प्राप्ति के लिए, उन्होंने तप किया, उसका नाम पांडव द्रौपदी को हो गया। समय के अनुसार ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ദ്രൗപദീ കൂപത്തിലേക്കുള്ള വഴി എന്ന് എഴുതിയിരിക്കുന്നു. ഒരു ചവിട്ടുപടി താഴേക്ക് പോകുന്നുമുണ്ട്. താഴെ എത്തിയാൽ ഒരു കിണർ കാണാം. ദുശാസനന്റെ വധത്തിനു ശേഷം ഭീമൻ പുരട്ടിയ ദുശാസനന്റെ ചോര പാഞ്ചാലി കഴുകിയത് ഈ കിണറ്റിലെ വെള്ളത്തിലായിരുന്നു. അതിനുശേഷമാണ് സഭയിൽ വെച്ച് അഴിഞ്ഞുലഞ്ഞ തൻ്റെ മുടി ദ്രൗപദി കെട്ടിവെച്ചത്. ഇന്ന് കിണറ്റിൽ വെള്ളമില്ല, പക്ഷേ നനവ് കാണാനുണ്ട്. വിശ്വാമിത്രന്റെ സമയത്ത് വിശ്വാമിത്ര കൂപം എന്നറിയപ്പെട്ടിരുന്ന ഈ കിണർ ദ്വാപരയുഗത്തിൽ ദ്രൗപദീ കൂപമായി മാറി. പാണ്ഡവകാലത്ത് പണിത ക്ഷേത്രം കാലാന്തരത്തിൽ തകർന്നുപോയത് പിൽക്കാല രാജാക്കന്മാരായിരുന്നു പണിതത്. മുഗൾ ഭരണകാലത്ത് ഈ ക്ഷേത്രം പല പ്രാവശ്യം ഔറംഗസീബ് തകർത്തിരുന്നു. അതിന്റെ തെളിവുകൾ ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു, മതഭ്രാന്തിന്റെ ബാക്കിപത്രം പോലെ. ഏതൊരു അധിനിവേശത്തിനും തകർക്കാനാവാത്ത സനാതനധർമ്മം, അത് എന്നും ജയിക്കുന്നു, എന്നും നിലനിൽക്കുന്നു. രാമായണവും മഹാഭാരതവും വെറും കഥകളായി മാത്രം കരുതുന്നവർ ഇന്നുമുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ ജീവനോടെയുള്ള ഈ സ്ഥലങ്ങളെയൊക്കെ ഒന്ന് കണ്ട് വിലയിരുത്തണം എന്ന് അവരോട് ഒരു അപേക്ഷയുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കാർബൺ ഡേറ്റിംഗ് വഴിയുള്ള രേഖകളും അവർക്ക് RTI വഴി ശേഖരിക്കാവുന്നതാണ്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ചില സന്യാസിമാരുടെ സമാധികളും കാണാനുണ്ട്.
ഉദ്യാനം ശില്പങ്ങളും പുൽത്തകിടിയുമൊക്കെയായി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ടൂറിസമാണ് ഈ ബ്രഹ്മസരോവരത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും സംരക്ഷണം നടത്തുന്നത്. കൃഷ്ണ സർക്യൂട്ട് എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ശില്പങ്ങളും ബെഞ്ചുകളും സൈൻ ബോർഡുകളും പാർക്കിങ്ങും ലേസർ ഷോയുമൊക്കെയായി ടൂറിസം മിനിസ്ട്രി ഈ പരിസരമാകെ നവീകരിച്ചിട്ടുണ്ട്. അടുത്തത് കാത്യായനി ക്ഷേത്രത്തിനപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗീതോപദേശ ശില്പമാണ്. 4 കുതിരകളെ കൂട്ടിയ രഥത്തിൽ വിഷണ്ണനായി ഇതികർത്തവ്യമൂഢനായി തളർന്നു നിൽക്കുന്ന അർജുനനെ ഉപദേശിക്കുന്ന സാരഥിയായ കൃഷ്ണൻ. ഒരു പടുകൂറ്റൻ ശില്പം. ഒരു നിമിഷം കണ്ണടച്ചാൽ എവിടെയോ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഗീതോപദേശം നടന്ന സ്ഥലം ഇതല്ല. അത് ഇവിടെ നിന്നും 12 കിലോമീറ്റർ ദൂരെയാണ്. ഇത് ഞങ്ങളുടെ 2ാമത്തെ വരവാണ്. 16 കൊല്ലങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നപ്പോൾ ഇത്രത്തോളം സൗന്ദര്യവൽക്കരണം ഉണ്ടായിരുന്നില്ല. ഈ ശില്പവും ഉണ്ടായിരുന്നില്ല. മനസ്സിനെ മഥിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഗീതോപദേശം ഇന്നും അത് മാർഗദർശിയായി നിലകൊള്ളുന്നു. ഭാരതത്തിനു മാത്രമല്ല, ലോകത്തിനു പോലും വെളിച്ചമായി, പല ചോദ്യങ്ങൾക്കും ഉത്തരമായി ഭഗവത്ഗീത ഒരു ദർശനമായി തുടരുന്നു. ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ പോലും ഗീത വായിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നേരെ മുന്നിലെ സ്നാനഘട്ടത്തിന് മുകളിൽ നിന്ന് 360 ഡിഗ്രിയിലുള്ള കാഴ്ച വളരെ മനോഹരമാണ്. സരോവരത്തിൽ നിന്ന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഗീതാ ജയന്തി ദിനങ്ങളിൽ ഇതിനു ചുറ്റുമായി കമാനത്തിനു താഴെ നിറയെ കച്ചവടക്കാരായിരിക്കും. കരകൗശല ഉൽപ്പന്നങ്ങളുമായി ഗ്രാമീണ ശില്പികളും വന്നെത്തും. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ആ സമയം ഇവിടെ വന്നെത്തുന്നത്. സൂര്യഗ്രഹണ സമയത്താണ് പിന്നെ ഇവിടെ തിരക്കുണ്ടാകുന്നത്. ബ്രഹ്മസരോവരത്തിനപ്പുറം ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമായി അറിയപ്പെടാൻ പോകുന്ന ഗ്യാൻ മന്ദിറിന്റെ നിർമ്മാണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവത്ഗീത സന്ദേശങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ക്ഷേത്രമായാണ് അത് പണിതു വരുന്നത്. ഗീതാ ജയന്തി ആഘോഷവേളയിൽ കലാപ്രദർശനങ്ങൾ നടക്കുന്ന ഓപ്പൺ തിയേറ്ററാണിത്. നമ്മൾ നേരത്തെ കണ്ട ആൽമരത്തിനടിയിലെ തണലിലേക്കെത്തി. ദ്രൗപദിയുടെ അഴിച്ചിട്ട മുടി പോലെ നിറയെ വേരുകളുമായി നിൽക്കുന്ന ആൽമര ശിഖരങ്ങൾ. ദുശാസനന്റെ ചോരയ്ക്കായി പ്രതികാരാഗ്നിയുമായി നിൽക്കുന്ന ദ്രൗപദി തന്നെയാണിതെന്ന് എനിക്ക് തോന്നി. +110 വർഷം പഴക്കമുള്ള വൃക്ഷമാണിതെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ജീവവായു പ്രദാനം ചെയ്യുന്ന ആൽമരങ്ങളെ വിശ്വാസങ്ങളുമായി ബന്ധിപ്പിച്ച് അവയുടെ സംരക്ഷണം ഉറപ്പാക്കിയിരിക്കുന്നു സനാതനധർമ്മം. സനാതനിക്ക് പ്രകൃതി ആരാധനാമൂർത്തിയാണ്. വൃക്ഷങ്ങളെയും നദികളെയും പർവ്വതങ്ങളെയും ആരാധിക്കുന്നവർ. വളരെ പ്രശാന്തമായ അന്തരീക്ഷം. മഴക്കാറുണ്ട്.
ഉഷ്ണവും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ മരത്തണലിൽ വളരെ ആശ്വാസമുണ്ട്. നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികൾ. പ്രകൃതിക്ക് സമം പ്രകൃതി മാത്രം. ഇനി യാത്ര ഗീതോപദേശം നടന്ന ജ്യോതിസറിലേക്കാണ്. ഇപ്പോൾ പുറത്ത് കച്ചവടക്കാർ കടകൾ സജീവമാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു കോണിൽ പാർക്കിങ്ങിനടുത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവുമുണ്ട്. നിറയെ ധർമ്മശാലകളുണ്ട് ബ്രഹ്മസരോവറിന്റെ പരിസരത്തിൽ. ഈ ഗുർജർ ധർമ്മശാലയിൽ മുറിയെടുത്തു. 450 രൂപയാണ് വാടക. 3 നേരം ഭണ്ഡാരയുമുണ്ട്. മുറിയിൽ ബാഗ് വെച്ച് ഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു. ഗീതോപദേശ സ്ഥലമായ ജ്യോതിസർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. 8 മണിയോടെ തിരിച്ച് ബ്രഹ്മസരോവരിലെത്തി. സ്നാനം ചെയ്തു. 175 കിലോമീറ്ററിന്റെ യാത്രാക്ഷീണമൊക്കെ സരോവറിലെ ജലത്തിൽ അലിഞ്ഞില്ലാതായി. പതുക്കെ രാത്രി കാഴ്ചകളിലേക്ക് ഇറങ്ങി. രാത്രിയിലും സന്ദർശകരുണ്ട്. കുട്ടികളുമായെത്തി സമയം ചിലവഴിക്കുന്നവർ. അർജുനരഥം സുവർണ നിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. സർവേശ്വർ മഹാദേവ ക്ഷേത്രം പ്രകാശത്തിൽ കുളിച്ച് സരോവറിലെ ജലത്തിൽ പ്രതിഫലനവുമായി നിൽക്കുന്നു. ബ്രഹ്മാവിന്റെ സൃഷ്ടിരചനകൾക്ക് സാക്ഷ്യം വഹിച്ച സരോവരം. ദ്വാപരയുഗാന്ത്യത്തിന് തുടക്കം കുറിച്ച ഭീഷണമായ മഹാഭാരത യുദ്ധത്തിന് സാക്ഷിയായ സരോവരം. ഏതോ നിയോഗം പോലെ ഇവിടെ എത്തിച്ചേരാൻ എനിക്കും ഭാഗ്യമുണ്ടായി. സമയം 10:30 ആയിരിക്കുന്നു. ഇനി പതിയെ ഗുർജർ ധർമ്മശാലയിലേക്ക് പോകണം. കുരുക്ഷേത്ര ദർശനം തുടരുകയാണ്. ജ്യോതിസർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. നമസ്കാരം.